ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മള് ഇന്ന് പഠിക്കാൻ പോകുന്ന ബയോളജിയിലെ പുതിയ ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് പ്രത്യുൽപാദന ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയും, പ്രത്യുൽപാദന ആരോഗ്യം. അപ്പം ഈ ഒരു ചാപ്റ്ററിനകത്ത് പ്രത്യുൽപാദനത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. എന്താ പ്രത്യുൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ പോലെ തന്നെ അല്ലെ, നമ്മളെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള, കാണാനൊക്കെ നമ്മളെ പോലെ സിമിലർ ലുക്കുള്ള ഒരു യങ് വണ്ണിനെ കിട്ടുന്നതിനെയാണ്, അതായത് ഒരു മനുഷ്യനായി ആയിക്കഴിഞ്ഞ മനുഷ്യക്കുട്ടി അല്ലെ, മനുഷ്യ കുഞ്ഞിനെ തരുന്നതാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പട്ടിയുടെ റീപ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പട്ടിയെ പോലെ തന്നെ കാണാനുള്ള കൈയും കാലൊക്കെ ഉള്ള ഒരു പട്ടിക്കുട്ടീനെ തരുന്നതായിരിക്കും എന്താണ് പട്ടിയുടെ റീപ്രൊഡക്ഷൻ, പട്ടിയുടെ പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. പൂച്ചയുടെ ആണെങ്കിലോ പൂച്ചയെ പോലെ തന്നെ കാണാനുള്ള ഒരു കുഞ്ഞി പൂച്ചേനെ അല്ലെ, പൂച്ചക്കുട്ടിയെ തരുന്നതായിരിക്കും പൂച്ചയുടെ പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. അങ്ങനെ പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യം, ആരോഗ്യം എങ്ങനെയൊക്കെ സംരക്ഷിക്കണം, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പ്രസവശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കുട്ടിയുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഫാക്ടുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? പ്രത്യുൽപാദന ആരോഗ്യം. നമുക്ക് ചാപ്റ്റർ തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് മിസ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ലിംഗനീതിയും ലിംഗഭേദവും. ലിംഗനീതി അല്ലെങ്കിൽ സെക്ഷുവൽ ജസ്റ്റിസ് എന്ന് പറയും. ലിംഗനീതി, ലിംഗഭേദം, മാതൃത്വം അല്ലെ, അമ്മയാവുന്ന ഒരു പ്രൊസീജിയർ, മാതൃത്വം, ആരോഗ്യകരമായ ഗർഭകാലം അല്ലെ, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉള്ള ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങള്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങള്, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച. ഒരു ഗർഭസ്ഥ ശിശു അല്ലെ, വയറ്റിലിരിക്കുന്ന ഒരു കുട്ടിയുടെ വളർച്ച അല്ലെ, ഒരു കുട്ടി പെട്ടെന്നൊരു കുട്ടിയായിട്ട് അങ്ങ് ഉണ്ടാവുകയല്ല ചെയ്യുന്നത് അല്ലെ, ഒരു കുഞ്ഞി 2 കോശങ്ങള് പഠിക്കാൻ നമുക്ക് അണ്ഡം എന്ന് പറയുന്നതും പുംബീജം എന്ന് പറയുന്നതും 2 കോശങ്ങള്, അത് ചേർന്നിട്ട് ഭ്രൂണം അല്ലെ, എംബ്രിയോ സൈഗോട്ടായിട്ട് മാറും, പിന്നീട് അത് എംബ്രിയോ ആയിട്ട് മാറും അല്ലെ, സിക്താണ്ഡം ഭ്രൂണമായിട്ട് വളരുന്നൊക്കെ ഇനി പഠിക്കാനുണ്ട്. അങ്ങനെ ചെറുതുകൾ വലുതായിട്ട് വന്നിട്ട് കുറെ ഡിവിഷൻ സെല്ലുകളൊക്കെ വിഭജിച്ചിട്ടൊക്കെയാണ് നമ്മളെ പോലെ ഒരു മനുഷ്യക്കുട്ടിയായിട്ട് വരുന്നത്. ആദ്യം തന്നെ അതൊരു കുട്ടിയുടെ ഫോം അല്ല, അപ്പൊ കുറെ സ്റ്റേജസിലൂടെ അതിങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതാണ് നമുക്കിവിടെ എന്താണ് പഠിക്കേണ്ടത്? ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ പഠിക്കേണ്ടത്. പിന്നെ നമുക്ക് മുലപ്പാലിന്റെ പ്രാധാന്യത്തെ പറ്റി പഠിക്കണം. എന്താ മുലപ്പാലിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ? നമുക്കറിയാം അല്ലെ, കുഞ്ഞി വാവയായിരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ചോറും ചിക്കൻ ബിരിയാണി ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലെ, മുലപ്പാൽ തന്നെ കൊടുക്കണം. ആ കുട്ടിക്ക് വേറെ ഒന്നും ദഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആയിട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ കുഞ്ഞായിരിക്കുന്ന സമയത്ത് മുലപ്പാൽ തന്നെ കൊടുക്കണം. അപ്പം ആ ഒരു മുലപ്പാലിന്റെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കി പോവണം. പിന്നീട് നിങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ടാവും അല്ലെ, പല പ്രായത്തിലായിട്ട് പല വാക്സിനേഷൻ. 10 വയസ്സിലും 16 വയസ്സിലും ഒരെണ്ണം വരാനുണ്ട് അല്ലെ. അങ്ങനെ വാക്സിനേഷൻസിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഗർഭകാല പരിചരണം, ഗർഭകാലത്ത് വേണ്ട പരിചരണങ്ങൾ എന്തൊക്കെയാണ്, ഭക്ഷണം എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് ഗർഭിണിയായിരിക്കുമ്പോൾ എന്നുള്ള കാര്യങ്ങളെല്ലാം ഗർഭകാല പരിചരണം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരും. പിന്നെ നമുക്ക് ലൈംഗിക രോഗാണുബാധകള് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ പടരുന്ന രോഗങ്ങളെ പറ്റിയിട്ടും ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു നമ്മുടെ പ്രത്യുൽപാദന ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? ലിംഗനീതിയും ലിംഗഭേദവും പഠിക്കണം, മാതൃത്വം, ആരോഗ്യകരമായ ഗർഭകാലം, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച, മുലപ്പാലിന്റെ പ്രാധാന്യം, വാക്സിനേഷൻ, ഗർഭകാല പരിചരണം, ലൈംഗിക രോഗാണുബാധകൾ. ഓക്കെ, ഇവിടെ ഒരു ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾ നോക്കിക്കേ. മാതൃശിശു മരണനിരക്ക് ഏറ്റവും കുറവ് കേരളത്തിൽ.
കേരളത്തിലാണ് പോലും ഏറ്റവും കുറഞ്ഞൊരു മരണനിരക്ക്. ആരുടെ? അമ്മയുടെയും കുഞ്ഞിന്റെയും മരണം ഏറ്റവും കുറവ് കാണുന്ന ഒരു ഇന്ത്യയിലെ ഏറ്റവും കുറവ് കാണുന്ന ഒരു സംസ്ഥാനം കേരളത്തിലാണ്. മാതൃശിശു ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കേരളം വീണ്ടും മുന്നിലെത്തി. രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ മാതൃശിശു മരണനിരക്ക് സംസ്ഥാനം രേഖപ്പെടുത്തി. അപ്പൊ വേറെ വേറെ സ്റ്റേറ്റുകളിലൊക്കെ എന്താണ്, ഒരാള് ഗർഭിണിയാവുന്നോ പ്രസവിക്കാൻ പോകുന്നോ എന്താണ്, ഒരു വലിയ ഹോപ്പൊന്നും ഉണ്ടാവില്ലേ ചിലപ്പോ അല്ലെ, കുട്ടിയെ കിട്ടുമോ ജീവനോടെ, അല്ലെ അമ്മയെ കിട്ടുമോ. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമുക്ക് ഡെലിവറി എന്താ പറയുക, നമ്മള് പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുമാവേ അമ്മയും സുഖമായിട്ട് വരും അല്ലെ. മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതാണ് ഈ ന്യൂസിൽ പറഞ്ഞിട്ടുള്ളതും. എന്താണ്? മാതൃശിശു മരണനിരക്ക് ഏറ്റവും കുറവ് കേരളത്തിൽ. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിൽ എന്താണ് ഇത്രയും വലിയ പ്രത്യേകത നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇവിടെ എല്ലാ ആൾക്കാരും എഡ്യൂക്കേറ്റഡ് ആണ് അല്ലെ. സാക്ഷരതയിൽ കേരളം മുന്നിലാണ്. ഇവിടെ നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും കേരളത്തിൽ അവൈലബിൾ ആണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് മാതൃശിശു മരണനിരക്ക് ഏറ്റവും കുറവ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെ ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന്. കേരളത്തിൽ മാതൃശിശു മരണനിരക്ക് ഏറ്റവും കുറയാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാകാം? അതാ ഞാൻ നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് കേരളത്തില് മാതൃശിശു മരണനിരക്ക് കുറയുന്നത്? ഉയർന്ന സ്ത്രീ സാക്ഷരത. ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഉയർന്ന സ്ത്രീ സാക്ഷരത ഉണ്ടല്ലേ. ഞാൻ ഇങ്ക് മാറ്റട്ടെ മക്കളെ, ഞാൻ റെഡ് കളർ എടുക്കുകയാണ്. ഓക്കെ, ഉയർന്ന സ്ത്രീ സാക്ഷരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്ത്രീകളെല്ലാം എഡ്യൂക്കേറ്റഡ് ആണ് അല്ലെ. എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് എന്താണ് 14 വയസ്സ് വരെ സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ അല്ലെ. എല്ലാ സൗകര്യങ്ങളോടും കൂടി അല്ലെ, ഭക്ഷണം അടക്കം കൊടുക്കുന്നുണ്ട് അല്ലെ, പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം സ്ത്രീകൾക്ക് വേറെ സ്റ്റേറ്റിലൊന്നും അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നില്ല. അപ്പൊ സ്ത്രീകൾക്ക് ഒരു എഡ്യൂക്കേറ്റഡ് ആണ് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട്. അറ്റ്ലീസ്റ്റ് 14 വയസ്സ് വരെയെങ്കിലും അവർ കമ്പൽസറി ആയിട്ട് എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പം എന്താണ്, എല്ലാവർക്കും എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം എന്ത് കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, എന്തെങ്കിലും ഒരു ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറിനെ കാണണം എന്നുള്ളൊരു ചിന്ത അതെങ്കിലും വരുന്നുണ്ട്. വേറെ സ്റ്റേറ്റിലൊക്കെ എന്താ സംഭവിക്കുക, ചിലപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നെഗ്ലക്ട് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും എമർജൻസി ആണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമ്മൾ ക്ലാരിഫൈ ചെയ്യും. അപ്പൊ അത്രയും ഒരു ലോജിക്ക് സ്ത്രീകൾക്ക് എന്തുണ്ട്? ഉയർന്ന സ്ത്രീ സാക്ഷരതയുണ്ട്. അത് മാതൃശിശു മരണനിരക്ക് കുറയുന്നതില് ഒരു പ്രധാന കാരണമാണ്. പിന്നെന്താണ്? മികച്ച മാതൃശിശു ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളുണ്ട് കേരളത്തില്. എന്താണ്? അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം പരിപാലനത്തിന് വേണ്ടിയിട്ട് മികച്ച കേന്ദ്രങ്ങൾ അല്ലെ, ആരോഗ്യ കേന്ദ്രങ്ങള്, നല്ല നല്ല ആരോഗ്യ കേന്ദ്രങ്ങള് കേരളത്തിലുണ്ട്. പിന്നെയോ ഗുണമേന്മയുള്ള പൊതുജനാരോഗ്യ പദ്ധതികൾ, നല്ല ഗുണമേന്മയുള്ള പൊതുജന ആരോഗ്യ പദ്ധതികൾ കേരളത്തിൽ അവൈലബിൾ ആണ്. ശരിയായ പോഷകാഹാരവും വിദ്യാഭ്യാസവും അല്ലെ. ഒരാൾ ഗർഭിണി ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് വേണ്ട ശരിയായിട്ടുള്ള പോഷകാഹാരം എന്തെല്ലാം കഴിക്കണം, എന്തൊക്കെ സപ്ലിമെന്റ്സ് കഴിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ മെഡിസിൻസ് കഴിക്കാം, എന്തൊക്കെ മെഡിസിൻസ് കഴിക്കാൻ പാടില്ല, അതും പ്രധാനമാണ് അല്ലെ. എല്ലാ മെഡിസിനും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം ഏതൊക്കെ മെഡിസിൻസ് കഴിക്കാം, ഏതൊക്കെ മെഡിസിൻസ് കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ, ശരിയായ പോഷകാഹാരം, വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഉണ്ട്, സാക്ഷരതയുണ്ട്, ആരോഗ്യ പരിരക്ഷയും ലഭിക്കുന്നത് മാതൃശിശു മരണനിരക്ക് കുറയ്ക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ കേരളത്തിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാതൃശിശു മരണനിരക്ക് ബാക്കി സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പം വളരെ കുറവാണ്. ഓക്കെ, അപ്പം ഉയർന്ന സ്ത്രീ സാക്ഷരതയുണ്ട്, മികച്ച മാതൃശിശു ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളുണ്ട്, ഗുണമേന്മയുള്ള പൊതുജനാരോഗ്യ പദ്ധതികളുണ്ട്, ശരിയായ പോഷകാഹാരവും വിദ്യാഭ്യാസവുമുണ്ട്, ആരോഗ്യ പരിരക്ഷയും ലഭിക്കുന്നത് മാതൃശിശു മരണനിരക്ക് കുറയ്ക്കാൻ. ഇത്രയും ഘടകങ്ങള്
മാതൃശിശു മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളാണ് കേരളത്തിൽ. നിങ്ങളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 4 പോയിന്റ്സ് നിങ്ങൾ ഇതിനകത്തുനിന്ന് നിർബന്ധമായിട്ട് ഓർത്ത് വെച്ച് പഠിക്കുക. ഇതിൽ പഠിക്കാൻ മാത്രമായിട്ട് ഒന്നുമില്ല അല്ലെ. നല്ല ആരോഗ്യത്തെ പറ്റി ഒരു ബോധമുണ്ട്, ആരോഗ്യ സംവിധാനങ്ങൾ കൂടുതലാണ് അല്ലെ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉണ്ട്, ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആണ്, സ്ത്രീകൾക്ക് സാക്ഷരതയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പോഷകാഹാരങ്ങളുടെ വിതരണമുണ്ട് അല്ലെ. ഇതെല്ലാം ലഭ്യമാകുന്നത് കൊണ്ടാണ് അവർക്ക് കൃത്യമായ ബോധവൽക്കരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൊണ്ടാണ് കേരളത്തില് മാതൃശിശു മരണനിരക്ക് കുറഞ്ഞിരിക്കാൻ കാരണം. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 4 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിൽ ഓർത്ത് വെക്കണം. ഓക്കെ, അടുത്ത ടോപ്പിക് നോക്കാം നമുക്ക്. സ്ത്രീയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് ആരോഗ്യ വിദഗ്ധരുടെ സേവനം ഗർഭകാലത്തും പ്രസവാനന്തരവും ആവശ്യമാണ് അല്ലെ. ഒരാള് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവർക്ക് അറിയില്ല എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ, എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആരോഗ്യ വിദഗ്ധരുടെ അടുത്ത് നിന്നും ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകമെമ്പാടും സ്ത്രീകൾക്ക് പരിഗണനയും പരിചരണവും ലഭ്യമാകുന്നതിന് എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? സമൂഹം പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും പെൺകുട്ടികൾക്ക് മതിയായ വിദ്യാഭ്യാസം ലഭ്യമാകാത്ത സാഹചര്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴുമുണ്ട്. നമ്മൾ എത്ര സ്ത്രീകൾ എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ എത്ര വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും അല്ലെ പെൺകുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം ഒന്നും കൊടുക്കാൻ മടി കാണിക്കുന്ന ആൾക്കാർ അല്ലെ. പെൺകുട്ടികൾക്ക് എന്തിനാണ് വിദ്യാഭ്യാസം, അവര് കല്യാണം കഴിച്ച് അവര് ഹസ്ബൻഡിന്റെ കൂടെ ജീവിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ജോലി ചെയ്ത് അവരെ നോക്കിക്കോളും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ഇപ്പോഴും വെച്ച് പുലർത്തുന്ന ആൾക്കാർ ലോകത്തിന്റെ പല പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ ചില ആൾക്കാരെ അങ്ങനെ കാണാനും വേണ്ടിയിട്ട് പറ്റും. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് വിവാഹം, കുട്ടികളെ പരിചരിക്കൽ, കുടുംബം പോറ്റൽ എന്നിവയിൽ ഒതുങ്ങിപ്പോവാൻ അവർ നിർബന്ധിതരാകുന്നു അല്ലെ. ആ സ്ത്രീകൾക്ക് ചിലപ്പോൾ നന്നായിട്ട് പഠിക്കണം, പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങിക്കണം, അല്ലെങ്കിൽ ജോലി വാങ്ങിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെ. ഫാഷൻ ഡിസൈനിങ് ആയിക്കോട്ടെ, മേക്കപ്പ് അല്ലെ, മേക്ക് ഓവർ, അങ്ങനത്തെ പല കാര്യങ്ങളും ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ എന്താണ്, അവരുടെ ഏജ് ആകുന്ന സമയത്ത് അവരുടെ പഠനമൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു. അവര് കല്യാണത്തിലേക്ക് പോകുന്നു, കല്യാണം കഴിഞ്ഞ് കുട്ടികളെ നോക്കണം അല്ലെ, വീട്ടിലെ കാര്യം, കുടുംബം പോറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും വെച്ച് പുലർത്തുന്ന ഒരു സൊസൈറ്റി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൺകുട്ടികൾ കളിക്കുകയും സ്കൂളിൽ പോവുകയും ചെയ്യുമ്പോൾ പെൺകുട്ടികളെ പാചകം ചെയ്യാനും വീട്ടുജോലികൾ ചെയ്യാനും പ്രേരിപ്പിക്കുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ട് അല്ലെ. ആൺകുട്ടികൾ എന്ത് ചെയ്യും, ഇൻ ജനറൽ ആണ് പറയുന്നത്, എല്ലായിടത്തും ഇങ്ങനെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് അല്ലെ. ആൺകുട്ടികൾ ഒരു ഏജ് ആകുമ്പം അവർക്ക് കളിക്കാനൊക്കെ പോകാൻ പറ്റും. പെൺകുട്ടികൾ ഒരു ഏജ് ആവുന്ന സമയത്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ പല കാര്യങ്ങളും ചെയ്യാനൊക്കെ പറയും അല്ലെ. വീട്ടിൽ നിന്ന് പലതും പറയും. പെൺകുട്ടികൾ വീട്ടിൽ ഒത്തിരി ജോലികൾ ചെയ്യേണ്ടി വരും, പാകം ചെയ്യണം. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എല്ലാവരും ചെയ്യേണ്ടതാണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഭക്ഷണം കഴിക്കണ്ടേ, എല്ലാവർക്കും കഴിക്കണം. പെൺകുട്ടികൾക്ക് മാത്രമാണോ ഭക്ഷണം കഴിക്കേണ്ടത്? അല്ല, രണ്ടുപേർക്കും ഭക്ഷണം കഴിക്കണം. അപ്പൊ രണ്ടുപേരും ഒരുപോലെ ജോലി ചെയ്യണം. പാചകം ചെയ്യാൻ അച്ഛനെയും അമ്മേനെയും സഹായിക്കാൻ വേണ്ടിയിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും വരണം. വീട്ടിലെ ജോലി, വീട് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ള വീടാണോ? അല്ല, എല്ലാവരും താമസിക്കുന്നത് സെയിം വീട്ടിലാണ്. അപ്പൊ എന്ത് ചെയ്യണം, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ വീട്ടിലെ കാര്യങ്ങൾ, വീട് വൃത്തിയാക്കുക, അലക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അവരവരുടെ ഡ്രസ്സുകൾ അവരവർ തന്നെ അലക്കുക. ഇതൊക്കെ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. പെൺകുട്ടികള് ആൺകുട്ടികൾ എന്നുള്ള വ്യത്യാസമൊന്നും അവിടെ ഇല്ല, എല്ലാവർക്കും ചെയ്യാൻ നിർബന്ധിതമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ സമൂഹം എന്തു പറയും, ആൺകുട്ടികളെ കളിക്കുകയും സ്കൂളിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് പെൺകുട്ടികളെ പാചകം ചെയ്യാനും വീട്ടുജോലികൾ ചെയ്യാനും പ്രേരിപ്പിക്കുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ട്. ജോലിക്ക് പോകാനോ ഇഷ്ടപ്പെട്ട തൊഴിൽ തിരഞ്ഞെടുക്കുവാനോ ഉള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയും വിരളമല്ല അല്ലെ. പെൺകുട്ടികൾക്ക് ജോലിക്ക് പോകണം എന്ന് പറയുന്നു, വീട്ടിൽ നിന്ന് പറയുന്നു വേണ്ട ജോലിക്കൊന്നും പോകണ്ട, പെൺകുട്ടികൾ പോയിട്ട് ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കൊണ്ടുതരുമൊന്നും വേണ്ട, ഇവിടെ ആൺകുട്ടികള് ജോലിക്ക് പോയിട്ട് അവര് പൈസ ഉണ്ടെന്നോണം പെൺകുട്ടികള് ജോലിക്കൊന്നും പോണ്ടെന്ന് പറയുന്ന ഫാമിലീസ് ഇപ്പോഴും ഉണ്ട്. സാമൂഹിക പ്രതിബന്ധതകളിലും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലും മാത്രമല്ല
വ്യക്തി അധിഷ്ഠിത തീരുമാനങ്ങൾ എടുക്കുന്നതിനും സ്ത്രീകൾ പലപ്പോഴും വിലക്കുകൾക്ക് വിധേയരാകേണ്ടി വരുന്നുണ്ട്. അപ്പൊ സാമൂഹികമായിട്ടുള്ള കാര്യം അല്ലെ, ഒരു സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്നുള്ളതിൽ നിയന്ത്രണം വെക്കും, അല്ലെ വീട്ടിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിൽ പെൺകുട്ടികൾക്ക് നിയന്ത്രണം വെക്കും. സമ്പത്തിന്റെ കാര്യത്തില് പൈസ എങ്ങനെ വിനിയോഗിക്കണം, അല്ലെ സ്വന്തമായിട്ട് ജോലി ചെയ്യാനോ വരുമാനം ഉണ്ടാവാനോ പാടില്ല. എന്താണ് വീട്ടിലുള്ള ആൺകുട്ടികള് ജോലി ചെയ്യുന്ന പൈസയിൽ വെച്ചിട്ട് അല്ലെ അവര് തരുന്നത് വെച്ചിട്ട് ജീവിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ഇതിനൊക്കെ പുറമെ ഇത്തരം റെസ്ട്രിക്ഷൻസ് എല്ലാം നിലനിൽക്കെ തന്നെ വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള അല്ലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്, അല്ലെ അതിന് പോലും എന്തുണ്ടാവാറില്ല, പലപ്പോഴും വേറൊരാളുടെ പെർമിഷൻ ചോദിച്ചു വേണമായിരിക്കും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. കേരളത്തിലും ഇങ്ങനത്തുള്ള നിലനിൽക്കുന്ന സാഹചര്യങ്ങളുള്ള വീടുകള് ഉണ്ട്. അങ്ങനെ സഫർ ചെയ്യുന്ന പെൺകുട്ടികളും ഉണ്ട്. ഓക്കെ, സോ ആൺകുട്ടികൾക്ക് കളിക്കാനൊക്കെ പോവാം, അവർക്ക് സ്കൂളിലൊക്കെ പോവാം. പക്ഷെ പെൺകുട്ടികളുടെ അടുത്ത് ഏജ് ആകുമ്പോൾ മതി പഠിച്ചത്, ഇനി പഠിക്കേണ്ട, ഇനി കല്യാണം എന്നുള്ള രീതിയിലേക്ക് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. സ്ത്രീകൾക്ക് തുല്യത ഉറപ്പാക്കുന്നതിന് സമൂഹം ഇനിയും മാറ്റത്തിന് വിധേയമാകേണ്ടതില്ലേ? ലിംഗനീതി എന്ന ആശയത്തിന് പ്രസക്തി വരുന്നത് ഇവിടെയാണ്. അപ്പൊ അവിടെയാണ് നമ്മള് എന്താണ് ലിംഗനീതി അല്ലെ, ഇന്ന ലിംഗം ഇന്ന നീതി അല്ലെ, എല്ലാ ലിംഗവും ഒരുപോലെയാണ്. ലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആൺ പെൺ അല്ലെ, ആൺകുട്ടികളും മനുഷ്യന്മാരാണ്, പെൺകുട്ടികളും മനുഷ്യന്മാരാണ്. അപ്പൊ രണ്ട് സെക്സിൽപ്പെട്ട ആൾക്കാർക്കും എന്താണ് നീതി വേണ്ടതുണ്ട്. അപ്പം ഒരാളുടെ വ്യക്തിയാധിഷ്ഠിത അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് സമൂഹം പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പൊ ലിംഗനീതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ്, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു റൈറ്റ് ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം വിദ്യാഭ്യാസം വേണം, അല്ലെ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും എന്താണ് പെൺകുട്ടികൾക്ക് അത് പറ്റാത്ത കാര്യമായിട്ടൊക്കെ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ലിംഗനീതി ഉറപ്പാക്കാൻ എന്തെല്ലാം ചെയ്യാനാവും? അപ്പൊ നമുക്ക് ലിംഗനീതി, ഞാനിപ്പോ പറഞ്ഞു ആൺപെൺ വ്യത്യാസങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ ലിംഗനീതി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നോക്കാം. നേതൃത്വം, തീരുമാനമെടുക്കൽ, സ്ഥാനങ്ങൾ എന്നിവയിൽ തുല്യ അവസരങ്ങൾ. ഒന്നാമത്തെ കാര്യം അതാണ്. എന്താണ് നേതൃത്വം, അല്ലെ നേതൃത്വം എടുക്കുക, ലീഡർഷിപ്പ് എന്ന് പറയും. ലീഡർഷിപ്പിന് അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, അല്ലെ അവനവന്റെ കാര്യത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് അല്ലെ എല്ലാവരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ അത്തരം കാര്യങ്ങളിലൊക്കെ ലിംഗനീതി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം തീരുമാനമെടുക്കൽ, സ്ഥാനങ്ങൾ അല്ലെ ഓരോ സ്ഥാനങ്ങള്, ഇവയിലെല്ലാം തുല്യ അവസരങ്ങൾ. ഇപ്പൊ ആൺകുട്ടി ആയതുകൊണ്ട് ആ ഒരു സ്ഥാനം കൊടുക്കണം, പെൺകുട്ടി ആയതുകൊണ്ട് ആ സ്ഥാനം വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സ്വാതന്ത്ര്യത്തോടെയും സുരക്ഷിതത്തോടെയും എവിടെയും എപ്പോഴും സഞ്ചരിക്കാനുള്ള അവസരം. സുരക്ഷിതത്തോടുകൂടി ഇപ്പം ഒരാൾ വിചാരിക്കാണ് എനിക്കിപ്പോ ഒരു 12 മണിയാകുമ്പോ ഒന്ന് അല്ലെങ്കിൽ 10:30 ഷോ സിനിമ കണ്ടിട്ട് വരണം എന്നൊക്കെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാല് എനിക്കറിയത്തില്ല ഇന്നത്തെ സമൂഹത്തില് എത്രത്തോളം അത് പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് അല്ലെ. ഒന്നില്ലെന്നുണ്ടെങ്കിൽ സൊസൈറ്റിന് ഈവൻ ആൺകുട്ടികൾക്ക് പോലും എന്താണ് രാത്രി ആയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോകാനുള്ളൊരു സിറ്റുവേഷൻ അല്ലെ. വേറെ കൺട്രീസിലൊന്നും ആ പ്രശ്നമൊന്നുമില്ല. ഇന്ത്യയിലേക്ക് വരുമ്പം ആ ഒരു പ്രശ്നം വളരെ രൂക്ഷമാണ് അല്ലെ. ആൺകുട്ടികൾക്ക് ആയിക്കോട്ടെ, പെൺകുട്ടികൾ, കൂടുതൽ പെൺകുട്ടികൾക്ക് അല്ലെ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാല് പോവാനൊന്നൊക്കെയുള്ള ഭയങ്കര യാത്ര ചെയ്യാനൊക്കെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ നമ്മുടെ നാട്ടില് ഉണ്ട്. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരം റെസ്ട്രിക്ഷൻസ് വരുന്നത്. അപ്പൊ അവിടെ നേതൃത്വം, തീരുമാനമെടുക്കൽ, സ്ഥാനങ്ങൾ എന്നിവയിൽ തുല്യ അവസരങ്ങൾ. സ്വാതന്ത്ര്യത്തോടെയും സുരക്ഷിതത്വത്തോടെയും എവിടെയും എപ്പോഴും സഞ്ചരിക്കാനുള്ള അവസരം അല്ലെ. സേഫ് ആയിട്ട് അല്ലെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ സേഫ് ആണോ അല്ലെ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സേഫ് ആണോ എന്നുള്ളൊരു ഒരു സേഫ്റ്റിയെ
ഒരു 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 ക്രൈറ്റീരിയ എപ്പോഴും നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ സേഫ് ആണോ എന്നുള്ളൊരു ചിന്ത പെൺകുട്ടികൾക്ക് കൂടുതലായിട്ട്, ആൺകുട്ടികൾക്കുമുണ്ട്, ആൺകുട്ടികൾക്കും പ്രശ്നങ്ങളുണ്ട്, ആൺകുട്ടികൾക്കും പ്രയാസങ്ങളുണ്ട്. പക്ഷെ പെൺകുട്ടികളെ കേസിൽ വരുമ്പോൾ ഒന്നും കൂടെ അല്ലെ കൂടുതൽ അവർ കുറച്ചും കൂടെ ആൺകുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ പെൺകുട്ടികൾക്ക് കുറച്ചും കൂടെ ചൂഷണത്തിന്റെ ലെവല് കൂടുതലാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം സ്വാതന്ത്ര്യത്തോടെയും സുരക്ഷിതത്വത്തോടെയും എവിടെയും എപ്പോഴും സഞ്ചരിക്കുവാനുള്ള അവസരം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് തുല്യ അവകാശം. അല്ലെ, ആൺകുട്ടി ആയതുകൊണ്ട് കുറെ വിദ്യാഭ്യാസം വേണം, പെൺകുട്ടി ആയതുകൊണ്ട് വിദ്യാഭ്യാസം വേണ്ട എന്നുള്ള ഒരു വ്യത്യാസം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യമായ രീതിയിലുള്ള അല്ലെ രണ്ടുപേർക്കും ഈക്വലി വിദ്യാഭ്യാസത്തിനുള്ള ഒരു അവകാശം ഉണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ? നേതൃത്വം, ഈ ലിംഗനീതി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് മിസ് പറയുന്നത്. എന്തൊക്കെയാണ്? നേതൃത്വം, തീരുമാനമെടുക്കൽ, സ്ഥാനങ്ങൾ എന്നിവയിൽ തുല്യ അവസരങ്ങൾ, സ്വാതന്ത്ര്യത്തോടെയും സുരക്ഷിതത്വത്തോടെയും എവിടെയും എപ്പോഴും സഞ്ചരിക്കുവാനുള്ള അവസരം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് തുല്യ അവകാശം. ഇനിയുമുണ്ട് എന്താണ്? തുല്യ ജോലിക്ക് തുല്യ വേതനം. എന്താ പറഞ്ഞു വെച്ചേക്കുന്നത്? തുല്യമായിട്ടുള്ള ജോലി എടുക്കും അല്ല, രണ്ടാൾക്കാർ ഒരേ ജോലി, രണ്ട് ടീച്ചേഴ്സ്, മെയിൽ ടീച്ചർ ഫീമെയിൽ ടീച്ചർ. അപ്പൊ മെയിൽ ടീച്ചർക്ക് കൊടുക്കുന്നത് വേറൊരു എമൗണ്ട് വേതനം, ഫീമെയിൽ ടീച്ചർക്ക് കൊടുക്കുന്നത് വേറൊരു എമൗണ്ട് വേതനം. ശരിയാണോ? അതോ രണ്ടുപേരും ഒരേ ജോലി ചെയ്യുന്നു, രണ്ടുപേരും ടീച്ചിങ് ആണ് ചെയ്യുന്നത്, അപ്പൊ രണ്ട് ടീച്ചേഴ്സിനും എന്ത് കൊടുക്കണം? മെയിൽ സ്റ്റാഫ് ആയിക്കോട്ടെ ഫീമെയിൽ സ്റ്റാഫ് ആയിക്കോട്ടെ ഒരേ കൂലി കൊടുക്കണം. ഇനി രണ്ട് ഡ്രൈവർമാര്, മെയിൽ ഡ്രൈവർ ഉണ്ട് ഫീമെയിൽ ഡ്രൈവർ ഉണ്ട് അല്ലെ, അപ്പൊ മെയിൽ ഡ്രൈവർക്ക് എന്താണ് വേറൊരു എമൗണ്ട് കൂലി വേതനവും ഫീമെയിൽ ഡ്രൈവർക്ക് വേറൊരു എമൗണ്ട് കൂലി കൊടുക്കാൻ പാടില്ല. രണ്ടുപേരും ചെയ്യുന്ന ജോലി സെയിം ആണെങ്കിൽ, രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ ജോലി തന്നെ ചെയ്ത് തീർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തുല്യമായിട്ടുള്ള ജോലിക്ക് തുല്യമായിട്ടുള്ള വേതനം തന്നെ വേണ്ടേ? അവിടെ പെൺകുട്ടിയാണ് അത് കുറച്ച് മതി, അല്ലെങ്കിൽ അത് പെണ്ണാണ് അതിന് കുറച്ച് മതി, അത് ആണാണ് അതിന് കുറച്ച് കൂടുതൽ വേണം എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ, എന്നുള്ളൊരു നിബന്ധന സമൂഹം വെക്കുന്നത് ശരിയല്ല. സോ തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കണം. ഇനിയോ, കുടുംബ പരിചരണത്തിലും വീട്ടുജോലികളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പങ്കിട്ട ഉത്തരവാദിത്വങ്ങൾ. നിങ്ങളൊരു കുടുംബത്തിലേക്ക് നോക്കുമ്പം എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടിപ്പിക്കൽ ഒരു ഇന്ത്യൻ ഫാമിലി റൺ ആവുന്നത് എങ്ങനെയാണ്? ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭർത്താക്കന്മാര് ജോലിക്ക് പോകുന്നു, ഭാര്യമാര് വീട്ടുജോലി ചെയ്യുന്നു, കുട്ടികളെ നോക്കുന്നു, പാത്രം കഴുകുന്നു, മുറ്റമടിക്കുന്നു, ക്ലീനിങ് അല്ലെ, വാഷിങ് എല്ലാം ചെയ്യുന്നത് സ്ത്രീകള്. അപ്പൊ പെൺകുട്ടികള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടുക, ആൺകുട്ടികള് പുറത്തു പോയിട്ട് അല്ലെ വീടിന്റെ പുറത്തു പോയിട്ട് ജോലി ചെയ്യുക, എന്നിട്ട് ഏൺ ചെയ്യുക. ഈ ഒരു സിസ്റ്റം ശരിക്കും ശരിയല്ല. ഈ സിസ്റ്റം മാറണം അല്ലെ. പങ്കിട്ട ഉത്തരവാദിത്തമാണ്. ഒരു ഫാമിലി റൺ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഫീമെയില് ജോലിക്ക് പോവാൻ ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള ജോലി അവർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം വർക്ക് ഫ്രം ഹോം ആണ്, വീട്ടിൽ നിന്ന് അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ജോലികൾ ചെയ്യാൻ വേണ്ടി പറ്റണം. അതുപോലെ തന്നെ വീട്ടുജോലികൾ ഷെയർ ചെയ്ത് പോകണം. അവിടെ ഹസ്ബൻഡും വൈഫും ഷെയർ ചെയ്യണം, ആ വീട്ടിലുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. ആ ഒരു രീതിയിൽ ഫാമിലി റൺ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താ പറയുക കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ഒരു ചിന്താഗതിയുള്ള ഒരു സമൂഹമായിട്ട് മാറി വരാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ പറഞ്ഞിട്ടുള്ളത് കുടുംബ പരിചരണത്തിലും വീട്ടുജോലികളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പങ്കിട്ട ഉത്തരവാദിത്വങ്ങൾ അത്യാവശ്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ലിംഗനീതി കിട്ടത്തുള്ളൂ. ലിംഗനീതി അല്ലെ, മെയിൽ ഫീമെയിൽ അല്ലെ, ജെൻഡറിന്റെ വ്യത്യാസമില്ലാതെ, ആൺകുട്ടി പെൺകുട്ടി എന്ന് പറയുന്ന ഒരു ജെൻഡറിന്റെ ഒരു വ്യത്യാസമില്ലാതെ രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മിസ് ഇത്രയും നേരമായിട്ട് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ലിംഗഭേദവും ലിംഗ പദവിയും.
അതായത് സെക്സ് ആൻഡ് ജെൻഡർ, ലിംഗഭേദം. ലിംഗഭേദത്തിൽ വരുന്നതാണ് സെക്സ്, ലിംഗപദവി, ജെൻഡർ. സെക്സ് ആൻഡ് ജെൻഡർ, ലിംഗഭേദവും ലിംഗപദവിയും. നമുക്ക് ജനന സമയത്താണ് ആണോ പെണ്ണോ എന്നത് സാധാരണയായി തിരിച്ചറിയുന്നത്, അല്ലെ? ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ ഈ കുട്ടിയുടെ ഫീച്ചേഴ്സ് നോക്കിയിട്ട്, അല്ലെ? കാണുന്ന സമയത്ത് എന്തൊക്കെയാണോ ഫീച്ചർ, പെൺകുട്ടിയുടെ ഫീച്ചർ, ആൺകുട്ടിയുടെ ഫീച്ചർ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ഡോക്ടേഴ്സ് പറയും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഒരു കുട്ടിയുടെ ലിംഗം മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പേ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ടെസ്റ്റിങ്ങിലൂടെ. പക്ഷെ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ലിംഗനിർണയം നടത്തുന്നത് ഇന്ത്യയില് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ലിംഗം ജനിക്കുന്നതിന് മുമ്പ് സെക്സ് നോക്കാൻ വേണ്ടിയിട്ട് പാടില്ല, അത് തെറ്റാണ്. അത് ഇന്ത്യയിലെ ക്രിമിനൽ കേസാണ്. അപ്പം നമുക്ക് ഒരു കുട്ടിയുടെ സെക്സ് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ആ കുട്ടി ജനന സമയത്താണ്, ജനനശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ള ജെൻഡർ നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രോമസോമുകൾ, ഹോർമോണുകൾ, ബാഹ്യവും ആന്തരികവുമായ നിരവധി ശാരീരിക സവിശേഷതകൾ എന്നിവയാണ് ജീവശാസ്ത്രപരമായ ആൺ പെൺ ലിംഗത്തിന് അടിസ്ഥാനം. എങ്ങനെയാണ് ആൺ പെൺ സെക്സ്, ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാ നോക്കുക? ക്രോമസോമുകൾ നോക്കും. കേട്ടിട്ടുണ്ടോ മക്കളെ? ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രോമസോംസ് കേട്ടിട്ടുണ്ടോ? ക്രോമസോംസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എക്സ് എന്നുള്ള ക്രോമസോം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പെണ്ണാണ്, പെൺ. ഇനി ഒരു ക്രോമസോം സെറ്റിംഗ്സ് ഉണ്ട്, സെക്സ് ക്രോമസോംസ്. XY ആണെന്നുണ്ടെങ്കിൽ അത് ആണാണ്. അപ്പം XX ക്രോമസോം ആണെന്നുണ്ടെങ്കിൽ അത് പെണ്ണാണ്, XY ക്രോമസോം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആൺകുട്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജനന സമയത്ത് ക്രോമസോം വെച്ചിട്ട് എന്താണ്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, അല്ലെ? ക്രോമസോംസ് വെച്ചിട്ട് നോക്കാൻ പറ്റും. അതിലുള്ള ഹോർമോണുകള്, പിന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതാണ് ബാഹ്യമായിട്ടുള്ള ഫീച്ചേഴ്സ്, ആന്തരികമായിട്ടുള്ള ശാരീരിക സവിശേഷതകൾ, അല്ലെ? ശരീരത്തിനുള്ളിലുള്ള ശാരീരിക സവിശേഷതകൾ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാല് ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന നമ്മള് ലിംഗത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും മനസ്സിലാക്കണ്ട. ക്രോമസോമില് നോക്കുമ്പം XX ക്രോമസോം ആണെന്നുണ്ടെങ്കിൽ അത് പെൺകുട്ടിയാണ്, XY ക്രോമസോം ആണെന്നുണ്ടെങ്കിൽ ആൺകുട്ടിയാണ്. ഹോർമോണുകളുണ്ട്, ബാഹ്യവും ആന്തരികവുമായ നിരവധി ശാരീരിക സവിശേഷതകൾ. ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു കുട്ടി ബയോളജിക്കലി, ജീവശാസ്ത്രപരമായിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നിർണയിക്കുന്നത്. ക്ലിയർ ആണോ? പ്രത്യുൽപാദന അവയവങ്ങൾ പൂർണ്ണമായും സ്ത്രീയുടേതോ പുരുഷന്റെയോ അല്ലാത്തതായോ ഇവ രണ്ടും ചേർന്നതായോ വ്യത്യസ്തമായ ക്രോമസോമുകൾ ഉള്ളവരായോ ജനിച്ചവരാണ് ഇന്റർസെക്സ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. 40ഓളം ഇന്റർസെക്സ് തരംതിരിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുതുതായിട്ടൊരു ടേം പഠിക്കുകയാണ്. എന്താണ് ഇന്റർസെക്സ് വിഭാഗം? ഇന്റർസെക്സ് എന്താ? ഇന്റർസെക്സ് വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റർസെക്സ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് എന്താണ്, പ്രത്യുൽപാദന അവയവങ്ങൾ പൂർണ്ണമായും സ്ത്രീയുടെയോ പുരുഷന്റെയോ അല്ലാത്തതായി, അല്ലെങ്കിൽ എന്താണ്, ഒരാള് നമ്മൾ നോക്കുമ്പോൾ സെക്സ് നോക്കുമ്പോൾ മെയിലും അല്ല ഫീമെയിലും അല്ല, അല്ലെ? സ്ത്രീയുടേതായിട്ടും വരുന്നില്ല പുരുഷന്മാരുടേതായിട്ടും വരുന്നില്ല, അല്ലാതെയോ ഇവ രണ്ടും ചേർന്നതായ, അല്ലെങ്കിൽ സ്ത്രീയുടെയും പുരുഷന്റെയും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള, അല്ലെ, രണ്ടും കൂടെ ചേർന്നതായിട്ടുള്ള വ്യത്യസ്തമായ ക്രോമസോം ഉള്ളവരായോ ജനിച്ചവരാണ് ഇന്റർസെക്സ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അത്തരത്തിലുള്ള 40ഓളം ഇന്റർസെക്സ് വിഭാഗങ്ങള് നിലവില് ഉണ്ട്. ഓക്കെ, ഇന്റർസെക്സ്. ഇനിയുണ്ട് നമ്മൾ ഒരു വാക്കും കൂടെ പഠിക്കാന്, അതാണ് ട്രാൻസ്ജെൻഡർ. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനിച്ചപ്പോഴുള്ള ലിംഗത്തോട് യോജിച്ചു പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ്
സ്വയം ബോധ്യപ്പെട്ട ലിംഗ പദവി അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ പൊതുവിൽ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ജെൻഡർ. എന്താ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനനസമയത്ത് അവർക്കൊരു ലിംഗം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരൊരു ലിംഗത്തിൽ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അവർ മനസ്സിലാക്കാണ് അവർക്ക് ഈ ഒരു ലിംഗത്തിലല്ല അവർ ജീവിക്കേണ്ടത്. അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് വേറെ ഒരു എന്താ പറയാ ബോധ്യപ്പെട്ട ലിംഗ പദവി അനുസരിച്ച് സ്വയം ബോധ്യപ്പെട്ട ഒരു ലിംഗ പദവി, അല്ലെ അവർ ഇഷ്ടപ്പെട്ട ഒരു ജെൻഡർ ചൂസ് ചെയ്ത് ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുകയാണ് ട്രാൻസ്ജെൻഡർ. അപ്പൊ അവര് ജനനസമയത്തുള്ള ഒരു ലിംഗമായിട്ട് അവര് അഡ്ജസ്റ്റഡ് ആവുന്നുണ്ടാവില്ല. അപ്പൊ അവർക്ക് സ്വയം ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അല്ലെ അവരുടെ ജെൻഡർ അവര് ചൂസ് ചെയ്യുക. അങ്ങനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെയാണ് നമ്മള് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനിച്ചപ്പോഴുള്ള ലിംഗത്തോട് യോജിച്ചു പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് സ്വയം ബോധ്യപ്പെട്ട ലിംഗ പദവി അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ പൊതുവിൽ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ജെൻഡർ. സമൂഹം വ്യക്തിയുടെ നൈപുണികളോ സവിശേഷതകളോ പരിഗണിക്കാതെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ സ്വഭാവ സവിശേഷതകളും പെരുമാറ്റങ്ങളും ഉത്തരവാദിത്തങ്ങളും ചുമതലകളും നിഷ്കർഷിക്കുകയോ അടിച്ചേൽപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്. അല്ലെ സമൂഹം എന്താ ചെയ്യുന്നത്? ഇവിടെ സമൂഹം എന്താ ശരിക്കും ചെയ്യുന്നത്? ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നൈപുണികളോ സവിശേഷതകളോ ഒന്നും പരിഗണിക്കുന്നില്ല. ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരാള്, അയാൾക്ക് ചിലപ്പം കുക്കിംഗ് ഇഷ്ടം ഉണ്ടാവില്ല, അവർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ നീയാണ് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കേണ്ടത്, നീ തന്നെ ഉണ്ടാക്കിയാലേ ഫുഡ് ആവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അല്ലെ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഇൻകം ഏൺ ചെയ്യാന്നൊക്കെ ഉള്ള ഇഷ്ടമായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇവരെന്ത് ചെയ്യും? അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ ആൾക്കും, അല്ലെ സ്ത്രീകള് പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില പുരുഷന്മാർക്ക് ചിലപ്പോൾ അവർക്ക് വീട്ടിലെ മക്കളെയൊക്കെ നോക്കിയിരിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. പക്ഷെ എന്താണ് അവർക്ക് ചിലപ്പോൾ വർക്ക് ഫ്രം ഹോം തന്നെ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അല്ലെ ജോലി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ജോലി ചെയ്യണം, അല്ലെ അവരവരുടെ കാര്യത്തിന് അവർക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നുണ്ടെങ്കിൽ ജോലി ചെയ്യണം. ജോലി ചെയ്താലേ പൈസ കിട്ടുള്ളൂ, അല്ലെ അപ്പൊ പൈസ കിട്ടിയാലേ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷെ എന്താണ് സമൂഹം എന്താണ് പറയുന്നത്? ആണുങ്ങൾ ജോലിക്ക് പോകണം, അല്ലെ ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നിബന്ധനകൾ നോക്കും. പെൺകുട്ടികൾ വീട്ടിലെ കാര്യം നോക്കണം, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമില്ല, പെൺകുട്ടികൾ ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികൾക്കും കുറെ നിബന്ധനകൾ വെക്കും. അപ്പം സമൂഹം ഇങ്ങനെ പറയുന്ന ഒരു നിബന്ധന വെച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിലപ്പം പല ആഗ്രഹങ്ങളും ഉണ്ടാവും, അല്ലെ പെൺകുട്ടികൾക്കും പല ആഗ്രഹങ്ങളും ഉണ്ടാവും, ആൺകുട്ടികൾക്കും പല ആഗ്രഹങ്ങളും ഉണ്ടാവും. പക്ഷെ സമൂഹം എന്താണ് എല്ലാം തളച്ചിടണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സമൂഹം വ്യക്തിയുടെ നൈപുണികളോ സവിശേഷതകളോ പരിഗണിക്കാതെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ സ്വഭാവ സവിശേഷതകളും പെരുമാറ്റങ്ങളും ഉത്തരവാദിത്തങ്ങളും ചുമതലകളും നിഷ്കർഷിക്കുകയോ അടിച്ചേൽപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്. ആൺകുട്ടികൾ കരയാൻ പാടില്ല, പെൺകുട്ടികൾ ചില ജോലികൾ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെയുള്ള നിഷ്കർഷകളാണ് ലിംഗ പദവി രൂപപ്പെടുന്നത്. അല്ലെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? ആൺകുട്ടികൾ കരയാൻ പാടില്ല, ആണാണെങ്കിൽ കരയാൻ പാടുണ്ടോ, അല്ലെ തന്റെ ഇടം വേണം എന്നൊക്കെ പറയില്ലേ, ആണിന്റെ തന്റെ ഇടം എന്ന് പറയില്ലേ. അപ്പൊ എന്താണ് അങ്ങനെ കുറെ കാര്യങ്ങൾ. ആൺകുട്ടികൾ എന്താ കരച്ചിൽ വരൂലേ? കരച്ചിൽ എന്ന് പറയുന്ന ഒരു വികാരമാണ്, സങ്കടത്തിൽ നിന്ന് വരുന്നതാണ്. എന്താ കരയാൻ പാടില്ലേ ആൺകുട്ടികള്? കുട്ടികൾക്ക് അറിയാം വിഷമം വന്നാൽ ആരായാലും കരയും, അല്ലെ ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ കരയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ സമൂഹം പറയാണ് ആണിന്റെ അടുത്ത് നീ കരയാൻ പാടില്ല, നീ ആൺകുട്ടിയാ, നീ കരയാൻ പാടില്ല എന്ന് പറയും. പക്ഷെ എന്താണ് വികാരം എന്ന് പറയുന്ന എല്ലാ ആൾക്കാർക്കും ഉണ്ട്. കരയാൻ തോന്നുമ്പോ കരയണം, ചിരിക്കാൻ തോന്നുമ്പോ ചിരിക്കണം, അല്ലെ സന്തോഷം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കും ചിരിക്കും, സങ്കടം വരുമ്പോൾ നമ്മൾ കരയും, അല്ലെ അപ്പൊ അതൊക്കെ നോർമലൈസ് ചെയ്യണം. എന്തിനാണ് ഇങ്ങനെ ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്? അല്ലെ പെൺകുട്ടികളുടെ അടുത്ത് പറയും നീ ആ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല, ഡ്രൈവർ ആവാൻ പോവാനോ, പെൺകുട്ടികളോ വണ്ടി വെട്ടാനോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇപ്പൊ കുറെ ചേഞ്ചസ് വരുന്നുണ്ട്, ഇനിയും ഒത്തിരി 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 ചേഞ്ചസ് വരാനുണ്ട്. അപ്പം ഓരോരോ ആൾക്കാർക്കും എന്തൊക്കെ ജോലിയാണോ ഇഷ്ടം അത് അവരെ ചെയ്ത് അവരവരുടെ ജീവിതം ഹാപ്പി ആയിട്ട് പോകുന്നു. ബാക്കിയുള്ളവർക്ക് എന്തായാലും സമൂഹത്തിന് എന്താ പ്രശ്നം? ഓക്കെ,
സോ അതാ പറയുന്നത്, ആൺകുട്ടികൾ കരയാൻ പാടില്ല, പെൺകുട്ടികൾ ചില ജോലികൾ മാത്രം ചെയ്യാൻ പാടില്ല, അല്ലെ ചില ജോലികൾ മാത്രം ചെയ്യണം, ഇതെല്ലാം സമൂഹം നമ്മളടുത്ത് പറയാണ്. അത് നമ്മള് ശരിക്കും പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല, സമൂഹം അങ്ങനെ പറയാനും പാടില്ല. ഇത് പലപ്പോഴും മനുഷ്യാവകാശങ്ങൾക്കെതിരായ ലിംഗാടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങളായിട്ട് മാറും. അല്ലെ, ഓരോരുത്തരുടെ അവകാശമാണ്, മനുഷ്യന്മാരുടെ ബേസിക് അവകാശം, അതല്ലേ വസ്ത്രധാരണം, അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, അല്ലെ ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനൊക്കെ ഉള്ള ഒരു അധികാരം നമുക്കുണ്ട്, അവകാശമുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹം അയ്യോ അവിടെ പോവാനോ, ഒറ്റയ്ക്കോ ചോദിക്കും അല്ലെ, ഒറ്റയ്ക്ക് പോവാനോ എന്നൊക്കെ ചോദിക്കും. അപ്പം സമൂഹം പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങള്, നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം സമൂഹം നമ്മുടെ അടുത്ത് റെസ്ട്രിക്ഷൻ വെക്കുമ്പോൾ എന്താണ്, നമ്മുടെ മനുഷ്യാവകാശങ്ങളായിരിക്കും ചിലപ്പോൾ അത് അവിടെ നിഷേധിക്കപ്പെടുന്നൊരു അവസ്ഥ വരുന്നത്. അപ്പൊ സമൂഹം ശരിക്കും അങ്ങനെ ഓരോ ആൾക്കാരുടെ ജീവിതത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ വേണ്ടി പാടില്ല എന്ന് തന്നെയാണ്. ഓക്കെ, ലിംഗനീതി ബോധമുള്ള ജനതയാണ് തുല്യ അവകാശങ്ങളും അവസരങ്ങളും അന്തസ്സും ഉറപ്പാക്കുന്ന നീതിയുക്തമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നത്. ലിംഗനീതി ബോധവും വിവേചന ബുദ്ധി, അല്ലെ വിവേചന ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ, ശരി ഏതാ തെറ്റേതാ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി, അതാണ് വിവേചന ബുദ്ധി. സാമൂഹിക ഇടപെടലുകളും കുട്ടികൾ ആർജിക്കുന്നത് കൗമാര കാലഘട്ടത്തിലാണ്. ഇതെല്ലാം കുട്ടികൾ മനസ്സിലാക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്, കൗമാര കാലഘട്ടത്തിലാണ് കുട്ടികള് ഈ ഒരു വിവേചന ബുദ്ധി, ശരി ഏതാണ് തെറ്റേതാണ്, ലിംഗനീതി ബോധം ഒക്കെ കുട്ടികൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന കൗമാര കാലഘട്ടത്തിലാണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്ന ഒരു പോർഷനായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇൻട്രഡക്ഷൻ ആണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. എന്താണ്, പ്രത്യുൽപാദനം ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയിട്ടുള്ളത്, നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഒരു എന്താ പറയാ ഒരു എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നമ്മൾ നെറ്റ്ഷെഡിലൊന്ന് നോക്കി. പിന്നെ നമ്മൾ പറഞ്ഞു കേരളത്തില് മാതൃശിശു മരണനിരക്ക് ഏറ്റവും കുറവാണെന്ന്. അതിനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കിയപ്പം ഉയർന്ന സ്ത്രീ സാക്ഷരത ഉണ്ടായിരുന്നു, മികച്ച മാതൃശിശു ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങള്, ഗുണമേന്മയുള്ള പൊതുജനാരോഗ്യ പദ്ധതികള്, ശരിയായ പോഷകാഹാരം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ എല്ലാം കേരളത്തിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ മാതൃശിശു മരണനിരക്ക് കുറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായത്. പിന്നെ നമ്മള് സമൂഹം പെൺകുട്ടികളുടെ അടുത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് വിവാഹം, കുട്ടികളെ നോക്കുക, കുടുംബത്തിനെ നോക്കുക എന്നൊക്കെ പറഞ്ഞ പെൺകുട്ടികൾക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻസ് സമൂഹം വെക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സമൂഹം എന്ത് ചെയ്യാണ്, ഒരു ലിംഗനീതി ഇല്ലാതെ, അല്ലെ എന്താ പറയാ ഒരു ജസ്റ്റിസ് ഇല്ലാതെ, അല്ലെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരവരെ അനുവദിക്കാതെ സമൂഹം ഇങ്ങനെ പിടിച്ചു വെക്കാണ്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നേതൃത്വം, തീരുമാനമെടുക്കൽ, സ്ഥാനങ്ങൾ എന്നിവയിൽ തുല്യ അവസരങ്ങൾ കൊടുക്കുക, സ്വാതന്ത്ര്യത്തോടെയും സുരക്ഷിതത്തോടെയും എവിടെയും എപ്പോഴും സഞ്ചരിക്കാം, അല്ലെ എവിടെ എപ്പോഴും പോകാനുള്ളൊരു സാധ്യത ഇപ്പം കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് തുല്യാവകാശം, തുല്യ ജോലിക്ക് തുല്യ വേതനം, പിന്നെ വീട്ടുജോലി, കുടുംബ പരിചരണം ഒക്കെ തുല്യമായിട്ട് പങ്കിട്ട ഉത്തരവാദിത്വത്തില് റൺ ചെയ്ത് പോവാന്നുള്ളത്. പിന്നീട് നമ്മൾ ലിംഗഭേദവും ലിംഗ പദവിയും, അല്ലെ സെക്സ് ആൻഡ് ജെൻഡറിനെ പറ്റി, അല്ലെ ആൺകുട്ടികളാണെങ്കിൽ XX, പെൺകുട്ടികളാണെങ്കിൽ XY എന്ന് പറഞ്ഞിട്ട് നമ്മള് ജനന സമയത്താണ് കുട്ടിയുടെ ജെൻഡർ മനസ്സിലാക്കുന്നത്, അല്ലെ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കുന്നത് ജനിക്കുമ്പോഴാണ്. പിന്നെ നമ്മൾ ഇന്റർസെക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം പഠിച്ചു. ഇന്റർസെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പ്രത്യുൽപാദന അവയവങ്ങൾ പൂർണ്ണമായും സ്ത്രീയുടെയോ പുരുഷന്മാരുടെയോ അല്ലാത്തതായോ അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ചേർന്നതായോ വ്യത്യസ്തമായ ക്രോമസോമുകൾ ഉള്ളവരായോ ജനിക്കുന്ന ആൾക്കാരാണ് ഇന്റർസെക്സ് എന്ന് പറയുന്നത്. 40ഓളം ഇന്റർസെക്സ് വിഭാഗങ്ങള് ഉണ്ട്. പിന്നെ നമ്മൾ ട്രാൻസ്ജെൻഡറിനെ പറ്റി പറഞ്ഞു. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, ജനിച്ചപ്പോഴുള്ള ലിംഗത്തോട് അവർക്ക് അഡ്ജസ്റ്റ് ആയി അല്ലെങ്കിൽ യോജിച്ച് പോകാൻ പറ്റുന്നില്ല. അപ്പൊ അവർ വലുതായി അവർ സ്വയം തിരിച്ചറിഞ്ഞ് അവരിഷ്ടപ്പെട്ട ആഗ്രഹിക്കുന്ന വ്യക്തികളെ ആ രീതിയിൽ ആ ലിംഗപദവി അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ, ഇഷ്ടപ്പെട്ട ലിംഗപദവി അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ
ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു സമൂഹം ഓരോ വ്യക്തിയെയും ഓരോ ഉത്തരവാദിത്തം, അല്ലെ, ആൺകുട്ടികള് പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഓരോ വ്യക്തികൾക്കും ഓരോ ഉത്തരവാദിത്തം പറഞ്ഞു വെച്ചേക്കാണ്. ഈ ഉത്തരവാദിത്തം പറഞ്ഞു വെക്കുന്നതോടുകൂടി സമൂഹത്തിന്റെ പണി കഴിഞ്ഞു. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പം ചില ആൾക്കാരുടെ മനുഷ്യ അവകാശ ലംഘനം തന്നെയായിരിക്കും അവിടെ നടത്തുന്നത്. അപ്പം കറക്റ്റ്, അല്ലെ, വിവേചന ബുദ്ധിയോടുകൂടി ചിന്തിക്കാനുള്ള ഒരു കഴിവ് എല്ലാവർക്കും, അല്ലെ, ശരി ചെയ്താ തെറ്റ് ചെയ്താ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമ്മൾ എല്ലാവരും ആർജിച്ചെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സമൂഹത്തെ വാർത്ത എടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. സോ ഇത്രയാണ് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. ബാക്കി ചാപ്റ്ററിന്റെ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്